കോടനാട് ആനക്കളരിയിൽ കുട്ടിയാനകൾക്ക് സംരക്ഷണം ഇല്ലാതാവുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 4ലധികം കുട്ടിയാനകളാണ് ഇവിടെ അധികൃതരുടെ അനാസ്ഥ മൂലം ചെരിഞ്ഞത്. കഴിഞ്ഞ ദിവസം ചെരിഞ്ഞ ഗംഗയാണ് അവസാനത്തെ അനാസ്ഥയുടെ ബലിയാട്. 1.5 വയസ്സുകാരിയായിരുന്നു ഗംഗ. കാലിൽ പരിക്ക് പറ്റിയതിനെ തുടർന്ന് കുറച്ചു നാളുകളായി ചികിത്സയിലായിരുന്നു. എന്നാൽ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ചയാണ് ഗംഗ ചരിഞ്ഞത്. ഇവിടുത്തെ 1.5 വയസ്സുള്ള മഹാദേവൻ എന്ന കുട്ടിയാന കഴിഞ്ഞ ദിവസം ചെരിഞ്ഞതിന് പിന്നാലെയാണ് ഗംഗയുടെ മരണം. അണുബാധയാണ് മരണകാരണമെന്ന് കരുതുന്നു. ആനക്കളരിയിൽ കുട്ടിയാനകളുടെ ദുരൂഹ മരണങ്ങൾ വർദ്ധിക്കുന്നതിൽ നാട്ടുകാരും പ്രതിഷേധത്തിലാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന കാട്ടാന പരിശീലന കേന്ദ്രമാണ് കോടനാട് ആനക്കളരി. എന്നിട്ടും വേണ്ട ജീവനക്കാരെ നിയമിക്കുന്നതിന് അധികൃതർ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. നിരവധി കുട്ടിയാനകളെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടും ഒരു സ്ഥിരം ഡോക്ടറെ പോലും ഇവിടെ നിയമിച്ചിട്ടില്ല. പലപ്പോഴും കോന്നിയിൽ നിന്നും ഡോക്ടർ എത്തിയതിനു ശേഷമാണ് ചികിത്സ നടക്കുന്നത് പോലും. ഇവിടുത്തെ ജീവനക്കാർ പലരും താൽക്കാലിക ജീവനക്കാരാണ്. അണുബാധ മൂലമാണ് ആനകൾ ചെരിയുന്നതെന്നാണ് അധികൃതർ പറയുന്നത്. എന്നിട്ടും വനം വകുപ്പ് അവഗണനയോടെയാണ് കോടനാട് ആനക്കളരിയെ കാണുന്നത്. ആനകളെ വൃത്തിഹീനമായ ചുറ്റുപാടുകളിലാണ് വളർത്തുന്നത് എന്ന ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട്. പുഴ മുറിച്ചു കടക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട നിലയിൽ നിലമ്പൂർ വനത്തിലെ കാഞ്ഞിരം പുഴയിൽ നിന്നുമാണ് ഗംഗയെ കോടനാട് ആനക്കളരിയിലെത്തിച്ചത്. സന്ദർശകർക്ക് ഏറെ പ്രിയങ്കരിയായിരുന്നു ഗംഗ. കുട്ടിയാനകളുടെ മരണങ്ങൾ പതിവാകുന്നത് സന്ദർശകരെയും ആനപ്രേമികളെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്.